അതെ, ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇത്തവണ കേരളം UDF ഭരിക്കും. 100%. ഞാൻ നേരത്തെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അതിറങ്ങിയപ്പോൾ മുതൽ ഞാൻ നിങ്ങളോട് ആ അനുഭവങ്ങൾ പങ്കുവച്ചതാണ്. അവിടെയുള്ള ആളുകളെല്ലാം റെഡി ഫോർ എ ചേഞ്ച് എന്നുള്ള രൂപത്തിലാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത്. പലരും രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആത്മവിശ്വാസം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനകളിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിലായി വഴിപാടും പള്ളികളിലും കുർബാനകളിലും ഒക്കെ അവർ നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഐ എം സോ ഹാപ്പി. എനിക്ക് ആ ആളുകളുടെ വികാരം, സ്നേഹം അതിനൊക്കെ കാരണമാവാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. നല്ല തിരക്കാണ് എല്ലാ ബൂത്തുകളിലും. എന്തെങ്കിലും ഒരു ട്രെൻഡോ സൂചനയാണോ? അതെ, ഞാൻ നിരീക്ഷിച്ചപ്പം അതിരാവിലെ തന്നെ വലിയ ക്യൂ കാണുന്നുണ്ട്. അത് വലിയ മാറ്റത്തിൻ്റെ ഒരു കാരണമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുകൾ എത്ര പെട്ടെന്ന് ഇനിയിപ്പം മെയ് 4 വരെ കാത്തിരിക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല. അവരെല്ലാം തിടുക്കത്തിലാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്. അതെ, തീർച്ചയായിട്ടും. അതാ പറഞ്ഞത്, വലിയ ലോങ് ക്യൂ, അതുപോലെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്, അവരെത്ര തിരക്ക് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള റീസൺ ആ ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നുള്ളതാണ്. വിവാദങ്ങൾ ചർച്ചയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ചർച്ചയാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൻ്റെ ഗ്രോത്ത്, അവരുടെ വികസനം, ആ നാടിൻ്റെ മുന്നോട്ടുള്ള യാത്ര, അത് തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വോട്ടേഴ്സിനെ കാണുമ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആ ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് LDF കാൻഡിഡേറ്റ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതത്ര വില പോയിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ആ പരാതിക്കുള്ള മറുപടി എനിക്ക് നോട്ടീസ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ടു ദാറ്റ്. അല്ലല്ല, മനഃപൂർവ്വമാണോ എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോയി നോക്കിയാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഞാൻ ഒരിക്കലും ഫോൾസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെയല്ല. അതെൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ നിങ്ങൾക്കറിയാം, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ചെന്നപ്പം അവിടെയുള്ള ആളുകളെക്കുറിച്ച്, അവിടെയുള്ള വോട്ടേഴ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച്, നാടിനെക്കുറിച്ച്, എന്താണ് അവർക്ക് ഡെഫിഷ്യൻസി ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനും സംസാരിക്കാനുമാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു വീഡിയോ വന്നിട്ടത്. കഴിഞ്ഞ 46 വർഷം പേരാമ്പ്ര നിയോജക മണ്ഡലം ഭരിച്ചിട്ടുള്ള LDFൻ്റെ സംവിധാനത്തിന് ഈ പറയുന്ന വളരെ അതിതീവ്ര ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള വീടുകൾ ഒന്നൊന്നുമല്ല. നിങ്ങൾ ഒരു വീടായിരിക്കും കണ്ടിട്ടുണ്ടാവും, എനിക്ക് അതിൽ കൂടുതൽ കാണിച്ചു തരാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീപ്ലി നിങ്ങൾ അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമാണ്. അവരാദ്യമായിട്ടൊന്നുമല്ല, അവരുടെ മകനിയെ കഴിഞ്ഞ റീസെൻ്റായിട്ടാണ് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ കുറച്ചധികം സംസാരിക്കാനുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രയിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാലേ ഇപ്പോൾ ഒരു പ്രളയമാണല്ലോ, പരാതികളുടെ പ്രളയം. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ പരാതികൾ വരുന്നത് സ്വാഭാവികമാണ്. അത് LDF ക്യാമ്പിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ്. തുടക്കത്തിൽ അതാ പറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ ശ്രദ്ധയിലേക്ക് എനിക്ക് അതെനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ആ വിഷയത്തിൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വൺസ് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പറയാം. ഇന്നിപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പല്ലേ, നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഓക്കെ, അതെ 100%.